എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ എവിടേക്കോ ഒരു പക്ഷെ അവിടെ ഉണ്ട് എന്തോ ഒരു ഇത് ഇടയ്ക്കിടയ്ക്ക് വരും നമ്മൾ ആ പ്രശ്നവുമായിട്ട് താതാത്മ്യം ചെയ്ത് നമ്മൾ അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അതായത് അറ്റാച്ച്മെന്റ് ആ സമയത്ത് വരരുത്, അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. ഒരു വിശ്വാസമില്ലാത്ത ഒരാളെ വിശ്വസിപ്പിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് പ്രഷർ വരിക. അപ്പം ആ മാറാൻ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ അവൻ ഓൾറെഡി മാറ്റത്തിൻ്റെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടാരോ ട്രീഡർ ആയിട്ടുള്ള ശില്പയാണ്. നമസ്തേ. ഇപ്പോൾ അബാക്കിൻ്റെ പ്രേക്ഷകർക്ക് ശില്പേനെ സുപരിചിതയാണ്, പരിചയമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക ഡീപ്പായിട്ട് പോവാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ഞാൻ ചോദിക്കാൻ. ഇപ്പം നമ്മൾ ഈ ടാരോ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മളിങ്ങനെ റീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയം വരും, അങ്ങനെ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയം സൃഷ്ടിക്കുന്നതാണോ അതൊരു പ്രതീക്ഷ ഉണർത്തുന്ന കാര്യങ്ങളാണോ? ആർക്കാണ് ഭയം വരുന്നത്? എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രശ്നത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് ടാരോട്ട് വഴി നമുക്ക് അറിയാൻ സാധിച്ചാൽ അത് നമ്മൾ ടാറോ റീഡ് ചെയ്യുമ്പം ഭയപ്പെടാനുള്ള കാര്യങ്ങളല്ല, നമ്മൾ സൊല്യൂഷൻസ് ആണല്ലോ എടുക്കുക. നമുക്ക് ഒരു അസുഖം വന്നു, നമുക്ക് സിംറ്റംസ് ആയിരിക്കും അറിയുക അല്ലേ. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് സിംറ്റംസ് ആണ് പറയുക. അപ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുമ്പം ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു എന്നുള്ളത് സൊല്യൂഷനിലേക്കുള്ള ആദ്യ പടിയല്ലേ. ആ ഡയഗ്നോസിസ് ആയിട്ട് കണ്ടാൽ മതി. സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഭയം ഉണ്ടാവാം വ്യക്തികളെ സംബന്ധിച്ചിരിക്കും. അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. നമ്മളുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ടാരോയിൽ പറയുന്നത്. ഇത് അപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊരു മാർഗനിർദ്ദേശമാണെന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? ഗൈഡൻസ് ആണ്. നമുക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിന് നിങ്ങൾ ഏത് ഡയറക്ഷനിൽ ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായി ടാരോയിൽ കിട്ടും. അത് റൂട്ട് കോസിൽ നിന്ന് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എടുക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമുക്കിത് അവിശ്വാസികൾക്ക് വർക്കാവുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിലും ഇപ്പം ജ്യോതിഷം നോക്കുകയാണെന്നുണ്ടെങ്കിലും വാസ്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ളിലൊരു വിശ്വാസം വേണമെന്ന് എപ്പോഴും പറയും. അപ്പോൾ ഇത് വിശ്വാസികളല്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവരിങ്ങനെ പിന്നെ നോക്കിക്കളയാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് വർക്കാവും. ഇപ്പം നമ്മൾ ആസ്ട്രോളജി ആണെങ്കിലും ടാരോ ആണെങ്കിലും ഒക്കെ സയൻസ് തന്നെയാണ്, ശാസ്ത്രമാണെന്നാണ് പറയുക. ഒക്കൾട്ട് സയൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇവിടെ ഈ കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ആ കേൾക്കുന്ന ആളത് വിശ്വസിച്ച് അതിനുള്ള സൊല്യൂഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആ വഴിയോ സഞ്ചരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ ഈ അനാലിസിസ് കൊണ്ട്, അതായത് ആസ്ട്രോളജിയോ ടാരോയോ കൊണ്ട് ഉണ്ടാകുന്ന അനാലിസിസ് അതിൻ്റെ റിസൾട്ട് പ്രാവർത്തികമാക്കാൻ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് വിശ്വാസം വേണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ എടുക്കുന്ന ആളുടെയും നോക്കുന്ന ആളുടെയും സമയം വെറുതെ വേസ്റ്റ് അല്ലേ? വേസ്റ്റ് ആവുന്നുള്ളത്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൈൻഡിന്റെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതല്ല. റീഡ് ചെയ്യുന്ന ഒരാൾ അയാളുടെ എനർജി കൊടുത്തിട്ടാണ്, അയാളുടെ ഇൻറ്റ്യൂഷനും അയാളുടെ മനസ്സും ഒക്കെ അയാളുടെ എനർജി തന്നെ കൊടുത്തിട്ടാണ് മറ്റൊരാളുടെ എനർജി അയാളിലേക്ക് എടുക്കുന്നത്. ആ എനർജിയിലാണ് റീഡിങ്സ് സംഭവിക്കുന്നത്. ഈ നമ്മൾ എനർജി ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ നമ്മൾ ടാരോ ആയിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഈ എനർജി ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാലുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? എനർജി ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് പോകേണ്ട ഒരു എനർജി, നമ്മളുടെ ജീവിതം ഒഴുക്ക് തടസ്സപ്പെടുകയാണ് എവിടെയോ. സോളിൻ്റെ ഒരു യാത്രയാണല്ലോ ഇത്. ആ സോളിൻ്റെ യാത്രയിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അവിടെ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അസുഖമായിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു ചിന്തയിൽ ഏതെങ്കിലും ഒരു പാസ്റ്റിൽ ഒക്കെ സ്റ്റക്കായി പോകുമ്പോൾ, നമ്മൾ ശരീരം കൊണ്ടേ മുന്നോട്ട് പോകുന്നുള്ളൂ, മനസ്സുകൊണ്ട് അവിടെ തന്നെ സ്റ്റക്കാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ബ്ലോക്കാണ് സൃഷ്ടിക്കുക. അപ്പോൾ ആ ബ്ലോക്ക് കുറേ കാലം കഴിയും തോറും ഇവന് മനസ്സിലാവാതെ വരും എവിടെയാണ് ഈ ബ്ലോക്കെന്ന്. ഇവൻ തന്നെ മറന്നു പോയിട്ടുണ്ടാവും എവിടെയാണ് ഞാൻ, റിയലൈസേഷൻ ഉണ്ടാകുന്നില്ല.
അപ്പോൾ നമ്മൾ ടാരോയിൽ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ എവിടം തൊട്ടാണ് ഇവന് ബ്ലോക്ക് വന്നിട്ടുള്ളത്, ചിലപ്പം പാസ്റ്റ് ലൈഫിൽ നിന്നേ ഉള്ള ബ്ലോക്ക് ആയിരിക്കും. കാർമിക് ബ്ലോക്കേജസ് എന്ന് പറയും. അവിടം തൊട്ട് അത് ക്ലിയർ ചെയ്യണം. പാസ്റ്റ് ലൈഫിലേക്ക് തിരിഞ്ഞ് നടക്കാനല്ല, ഇന്ന് ഇരുന്നുകൊണ്ട് നമുക്ക് പാസ്റ്റ് ലൈഫ് ബ്ലോക്കേജസ് റിമൂവ് ചെയ്യണം. അപ്പോൾ എവിടെയാണ് എനർജി ബ്ലോക്ക് സംഭവിച്ചതെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ടാരോയിൽ ഒരാളുടെ എനർജി റീഡ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇപ്പം ഇത്രയും ഒരുപാട് കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരാളാണ്, എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കാണ്, നമ്മൾ വിളിക്കുമ്പോഴൊക്കെ തിരക്കാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു സംഭവം ഓർമ്മ നിൽക്കുന്നുണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് മനസ്സിൽ കൂടെ പോകുന്നൊരു, അതായത് ഈ ടാരോ എന്താ പറയുക, ടാരോ ഒരു കൺസൾട്ടേഷൻ എടുത്തു, അതിനുശേഷം വന്നിട്ടുള്ള അവരുടെ ലൈഫിലുള്ള ഒരു ചേഞ്ച് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് എന്നോട് മുമ്പേ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ റീഡിങ്സും ഈ പറയുന്ന പോലെ എക്സൈറ്റിംഗ് ആണ്. നമ്മളെല്ലാ റീഡിങ്സും നമ്മളുടെ എനർജി നമ്മൾ കൊടുക്കുകയാണ് ഒരാളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനർജി റീഡ് ചെയ്യുമ്പോൾ അവർക്ക് സൊല്യൂഷൻസ് കൊടുക്കുമ്പോൾ ചിലവർക്ക് കരിയർ ബ്ലോക്കേജസ് ആണ്. അപ്പോൾ വളരെ കാലമായിട്ട് ഈ കരിയർ ബ്ലോക്കായി കിടക്കുകയാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലിയേ കിട്ടുന്നില്ല. അപ്പം നമ്മളൊരു സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇവർക്ക് എന്ത് ജോബാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് ഇവർക്ക് ക്ലാരിറ്റി ഇല്ലാതെ വരുന്ന സമയത്താണ് ഇവർ ഈ ബ്ലോക്കിൽ പെടുക. അതായത് ജോലി വേണമെന്ന് കോൺഷ്യസ്ലി അറിയാം, പക്ഷേ എനിക്ക് എന്താണ് കഴിവ്, എൻ്റെ എന്ത് ജോലിയാണ്, എനിക്ക് ഏത് മേഖലയിൽ എക്സൽ ചെയ്യാം, എൻ്റെ യഥാർത്ഥ കഴിവ് എന്താണ്, അതായത് നാട്ടുകാരോ വീട്ടുകാരോ പറയുന്ന കഴിവല്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ടുള്ള കഴിവല്ല, ചിലപ്പോൾ അതിൽ തന്നെ ആവാം, ചിലപ്പോൾ അതിലാവില്ല. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ള ഒരു ദിശ അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ ഇവർക്ക് പറ്റുന്നത് അല്ലെങ്കിൽ ഇവരുടെ നിയോഗങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ആസ്ട്രോളജിയും റീഡ് ചെയ്യാറുണ്ട്, ടാരോയും, രണ്ടും കമ്പൈൻ ചെയ്ത് റീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ജോലിയിലേക്ക് ഇവരുടെ ഐഡൻറ്റിറ്റിയെ ചേർത്ത് വെക്കാൻ ഇവർക്ക് കഴിയുന്ന സമയത്താണ് ഇവർക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെ ജോലി കിട്ടിയ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് മാരേജ് നടക്കാൻ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെ ജീവിതത്തിന് പല പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് ഹീലിങ്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് പിന്നെ ഒരു അടുപ്പം അവരുമായിട്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതായത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, ഒരു ഡെയിലി കോൺവെർസേഷൻ ഒന്നും ഉണ്ടാവില്ല, എന്നിരുന്നാൽ പോലും നമ്മൾ ഓരോ ക്ലയൻസിനെയും അത്രയും മനസ്സിൽ ചേർത്ത് തന്നെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ പോസിറ്റീവ് ആവുമ്പം അവർ പറയാറുണ്ട് നമ്മുടെ അടുത്ത്. അതുകൊണ്ട് ഒരു കേസെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് എന്നും ആൾക്കാർ പറയാറുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കോമൻറ്റ് സെക്ഷനിൽ പറയാറുണ്ട് ഓരോരുത്തരും റീഡിങ് ജനറലായിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ, അവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ ടാരോ റീഡിങ്സ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് നമുക്ക് സന്തോഷമാണ്. ഈ ജന്മത്തിൽ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവർ പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും കണക്ഷൻ കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ടാരോ വഴി നമുക്കറിയാൻ പറ്റും. ടാരോ വഴി നമുക്കറിയാം, അതുപോലെ ആസ്ട്രോളജി വഴി നമുക്കറിയാം. എല്ലാ രീതിയിലും നമുക്കിപ്പോൾ ആസ്ട്രോളജിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 5ാം ഭാവം എടുക്കും, അതിൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ബ്ലോക്കേജ്. ടാരോയിൽ നമുക്ക് കിട്ടും എന്തുകൊണ്ട് ഇവരുടെ മനസ്സ്, ഇപ്പോൾ ഒരു അമ്മയാവാൻ അല്ലെങ്കിൽ ഒരു അച്ഛനാവാൻ അവർ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അവരുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ഹീലിങ്സ് സംഭവിക്കാനുണ്ട്. ആ ഹീലിങ്സ് സംഭവിക്കാതെ ഇവർ അത്രയും പ്രിപ്പയർഡ് അല്ല. അവർ പ്രിപ്പയർഡ് ആണ് എന്ന് യൂണിവേഴ്സിന് തോന്നുന്ന ഒരു സമയത്താണ് അത് റിസീവ് ആകുക. അതായത് പ്രകൃതിയിൽ നമുക്ക് പറ്റിക്കാൻ പറ്റില്ലല്ലോ, പ്രകൃതിയിലൊരു സത്യമുണ്ട്. അപ്പോൾ ആ എനർജിയിലേക്ക് നമ്മൾ എത്തിയാൽ മതി. എല്ലാം അച്ചീവബിൾ ആണ്, പക്ഷേ അച്ചീവ് ചെയ്യേണ്ടത് എന്താണോ അതിലേക്ക് നമ്മളുടെ എനർജി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അത് കൊടുക്കാൻ അറിയുന്നിടത്താണ് നമുക്ക് വിഷ് ഫുൾഫിൽമെന്റ് വരിക. ഇതിപ്പോൾ നമ്മൾ നോക്കാനായിട്ടൊരു നിയോഗം ഉണ്ടാവുമോ? നമ്മൾ ചില അമ്പലങ്ങളിലെ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ, അവിടെ പോവാൻ വേണ്ടിയിട്ടൊരു നിയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോവാൻ വേണ്ടി ഇന്ന ആ അമ്മ വിളിക്കണം, അപ്പോഴേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഒരു ഇപ്പം നമ്മുടെ ഒരു പാത്ത് ക്ലിയർ ചെയ്യുന്ന ടൈമിലാണോ ഒരാൾക്ക് ടാരോ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുക, മനസ്സിൽ തോന്നുക? അതെ, ഒരു ഹീലിംഗ് പീരീഡിൽ തന്നെയാണ് ആൾക്കാർക്ക് അത് തോന്നുക. ഒരു ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ആവുമ്പോൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ മാറാൻ പോവുക, അതിനാണ് നമ്മൾ സമീപിക്കുക, അല്ലേ? അപ്പം ആ മാറാൻ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ അവൻ ഓൾറെഡി മാറ്റത്തിൻ്റെ
ആദ്യ ചുവട് എടുത്ത് വെക്കുമ്പോഴാണ് അവന് തോന്നുക എനിക്ക് ഈ ഗൈഡൻസ് വേണം. അതല്ലെങ്കിൽ നമ്മൾ എനിക്കിത് വിശ്വാസമില്ല അങ്ങനെ വിചാരിക്കാം. അങ്ങനെ വിചാരിച്ച എത്രയോ പേര് പിന്നീട് എന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഒന്ന് സൊല്യൂഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈഗോയിസ്റ്റിക് എനർജിയിലിരിക്കുന്നവർ എനിക്കിതിലൊന്നും വിശ്വാസം, എനിക്കതൊന്നും വേണ്ട, എനിക്കറിയാം. പക്ഷെ അത് അവൻ്റെ കർമ്മയാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഈഗോയിൽ നിൽക്കുന്നു അത് നമ്മളുടെ കർമ്മയാണ് അനുഭവിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ബ്ലോക്കേജാണ് അനുഭവിക്കുന്നത്. നമ്മൾ ആ മാറ്റം ഉണ്ടാകേണ്ട സമയത്ത് നമ്മൾ ആ ഈഗോയിസ്റ്റിക് ഷീൽഡ് ബ്രേക്ക് ചെയ്തിരിക്കും. ഇപ്പോൾ ശില്പ ഇങ്ങനൊരു കാർഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്തോരം പ്രിപ്പറേഷൻസ് ഉള്ളിൽ ചെയ്യും, അല്ലെങ്കിൽ മൈൻഡിനെ എന്തോരം പ്രിപ്പയർ ആക്കി വെച്ചിട്ടാണ്, അതായത് നമ്മളുടെ കയ്യിലിരിക്കുന്നത് കേവലം കാർഡുകൾ മാത്രമല്ല, അവര് പ്രതീക്ഷിക്കുന്നത് അവർക്ക് അവരുടെ ലൈഫിലേക്കുള്ള കുറേ ഗൈഡൻസും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായിരിക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഉള്ളിൽ? ഇതൊരു ചിട്ട ആവശ്യമുള്ള ഒരു ഫീൽഡാണ്. അല്ലെങ്കിൽ ഒന്നാമത് നമുക്ക് ഒരു ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് ഉണ്ട്, പക്ഷെ അതിനേക്ക് കണക്ട് ചെയ്യാനൊരു നിയോഗം, ഒരു പാഷൻ എത്ര പേർക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യമായി അതിനോടൊരു പാഷനും ആ ഇൻറ്റ്യൂഷനെ അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടാവണം. ആ ആകാംക്ഷ നമ്മളിൽ ഉണ്ടാവുമ്പോഴേ നമ്മൾ നല്ലൊരു റീഡർ ആവുള്ളൂ. ഒന്ന്. രണ്ടാമത് നമ്മൾ സെൽഫ്ലെസ് ആയിട്ടും നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് ബ്രേക്ക് ചെയ്തും നിൽക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അടുത്ത് ചില പ്രശ്നങ്ങളായിട്ടായിരിക്കും വരിക. അപ്പം ചില വ്യക്തികളുടെയൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും. പക്ഷെ ആ സങ്കടത്തിൽ നമ്മൾ എംപത്തറ്റിക്കായി നമ്മൾ ആ പ്രശ്നവുമായിട്ട് താതാത്മ്യം ചെയ്ത് നമ്മൾ അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അതായത് അറ്റാച്ച്മെന്റ് ആ സമയത്ത് വരരുത്, അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. അപ്പം നമ്മൾ ആ പ്രശ്നം മുഴുവൻ വളരെ എംപത്തറ്റിക്കലി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഡിറ്റാച്ച്ഡ് ആയി നിന്ന് സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമ്മളിൽ ഉണ്ടാവണം. അതിന് എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്യാത്ത കുറേ കാലങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഒരു ശീലമാണത്. നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനം. നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ നമ്മൾ കൊടുക്കുന്നത് എനർജി. ആ ഉള്ളിലെ എനർജി എനിക്ക് കണക്റ്റ് ആവണമെങ്കിൽ ഞാൻ വളരെ കാമായിരിക്കണം. ഞാൻ ഒരു ലോഡ് പ്രശ്നം ചിന്തിച്ച് ഞാൻ വളരെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം എന്നെ ഹീൽ ചെയ്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ വേണം. പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നെഗറ്റീവ് എനർജീസാണ് നമ്മളിലേക്ക് വരാം. അപ്പം നമ്മളിൽ അതൊരു പ്രശ്നമാവരുത് നമുക്ക്. അതുകൊണ്ട് നമ്മളെ ഹീൽ ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഒരു ഹീലിങ്ങിലേക്ക് കടക്കുക. ഇതിപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം കൗൺസിലേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആസ്ട്രോളജി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ കേൾക്കേണ്ടി വരിക. പോസിറ്റീവും ഉണ്ടായിരിക്കും, മേ ബി കുറച്ചുകൂടി അധികം നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരിക. ഈ എനർജി നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത്. അതെ, ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ മുഴുവൻ നമുക്ക് രോഗങ്ങളാണ് അല്ലേ? ഡോക്ടർമാർ ആ രോഗം ആണ് സ്ഥിരം കേൾക്കുന്നത്, പക്ഷെ അവർ സൊല്യൂഷൻ അല്ലേ കൊടുക്കുന്നത്. രോഗം അവരെ ബാധിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. കാര്യം അവർക്ക് അതിനെ നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പം ഓരോ ജോലിക്കും വേണ്ട എനർജി നിറച്ചിട്ട് തന്നെയാണ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് നിയോഗം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി അത്ര നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല, എന്നെ അത് അഫക്റ്റ് ചെയ്യും അല്ല. ഇപ്പം ചിത്രയ്ക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ചിത്രയെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ചിത്രയ്ക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് വളരെ എൻജോയ് ചെയ്ത് ചിത്ര ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് എനർജിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ചിത്രയ്ക്ക് അത് അഫക്റ്റ് ആവുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇഷ്ടമാണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. ഇപ്പം ചിത്ര അത് പഠിക്കുന്നുണ്ട്, അതിൻ്റെ തലങ്ങൾ. അപ്പോൾ ഇവിടെ എത്ര പേര് വന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ എല്ലാം എനർജി ഇവിടെ ക്യാരി ചെയ്യുന്നുണ്ട്, അതെല്ലാം നമ്മളിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ അത് അഫക്റ്റഡ് ആകാത്തത് നമുക്കിതിനോടുള്ള ഒരു പാഷനും നമ്മൾ അതിനെ എവിടെ നിർത്തുന്നു, നമ്മൾ ആ കരിയറിനോട് നമ്മൾ കാണിക്കില്ല, ആ ഒരു തൊഴിലിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ എൻ്റെ നിയോഗമാണ്,
എനിക്കിത് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എവിടെ നിർത്തണം എന്നുള്ള ഹെൽത്തി ബൗണ്ടറി എനിക്കറിയാം. അതറിയണം എല്ലാവരും. ഇപ്പോൾ ഈ പൂർവ്വജന്മത്തിലൊന്നും വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്നുള്ളതൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ജേണി വരുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ? അതോ വിശ്വസിക്കുന്നവരുടെ അടുത്ത് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണോ, ബാക്കിയുള്ളത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളൊരു? അതങ്ങനെ തന്നെയാണ്. കാര്യം വിശ്വാസമില്ലാത്തവരിൽ വിശ്വാസം കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ നിയോഗം. ഹീലിംഗ് ആവശ്യമായിട്ടുള്ളവർ, എന്നെ ആവശ്യമായിട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻസ് വേണ്ട ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പം പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് അവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസമില്ലാത്ത ഒരാളെ വിശ്വസിപ്പിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് പ്രഷർ വരിക. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും വിശ്വസിച്ചിട്ട് വരുന്നവരാണ്. അതുകൊണ്ട് പൂർവ്വജന്മത്തിലേക്കുള്ള ഹീലിങ്സ് നമ്മൾ ആ രീതിയിൽ തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഈ ശില്പ ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ, അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടോ എൻ്റെ പൂർവ്വജന്മം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ? ഇല്ല, നോക്കിയിട്ടില്ല. ഇല്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഓൾറെഡി ഒരു സ്പിരിച്വൽ ട്രാക്കിൽ വന്ന് നിൽക്കുന്ന ആളാണെന്ന് അറിയാം. ജനറലായിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു 80 ലക്ഷത്തോളം ജന്മങ്ങൾ ജനിക്കും നമ്മൾ എന്താണെങ്കിലും ആദ്യമായിട്ടൊരു മനുഷ്യ ജന്മം ലഭിക്കാൻ. അപ്പം എല്ലാവർക്കും ഉള്ള ജേണി തന്നെയാണിത്. പക്ഷെ ഞാൻ നോക്കാറുണ്ട് പൂർവ്വജന്മത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ക്വാളിറ്റീസ് എന്താണ് ആസ് എ സോൾ. ജന്മങ്ങൾ ഇപ്പം നമ്മൾ മൃഗങ്ങളായിട്ടെല്ലാം ജനിക്കുന്നുണ്ട് അല്ലേ, നമ്മളതിൽ പല ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് അത് ആർക്കും ഒന്നും നേടാൻ പോകുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ അപ്പം 80 ലക്ഷത്തെ കാര്യങ്ങൾ നമ്മൾ എടുക്കണ്ടേ? അങ്ങനെയല്ല, ഈ ജന്മത്തിൽ നമ്മൾ ഈ എടുത്ത ജന്മങ്ങളിൽ നിന്നെല്ലാം എന്ത് ഗുഡ് ക്വാളിറ്റീസും കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് യൂസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സോളിന് സക്സസ് ഉണ്ടാവുക, ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുക. എന്ത് നെഗറ്റീവ് ക്വാളിറ്റീസ് ആണ്, എന്ത് വീക്ക് പോയിന്റ്സ് ഉണ്ട്, അതിനെ ഹീലും ചെയ്യണം. അങ്ങനെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മാത്രമല്ല, നമ്മൾ റീഡിങ്സ്, പാസ്റ്റ് ലൈഫ് റീഡിങ്സ് എടുക്കാറുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത് പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ആകാശിക് റെക്കോർഡിങ്സ് ആയിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ മെമ്മറീസ്, പാസ്റ്റ് ലൈഫിൽ നിന്ന് ഇപ്പോൾ ഇത്രയും ജന്മങ്ങൾ നമ്മൾ ജീവിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡാണ്. നമ്മൾ ഒരാളെ കാണുമ്പം ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്പാർക്ക്, പെട്ടെന്നൊരു അട്രാക്ഷൻ, ഈ റൊമാൻറ്റിക് കണക്ഷൻ അല്ലെങ്കിലും എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ പരിചയം തോന്നുക, ഇത് ആ മുൻജന്മത്തിലെ കണക്ഷനാണ്. സോളിന് പരസ്പരം അറിയാം, നേരത്തെ നമ്മൾ അറിയാം. പക്ഷെ ആ മെമ്മറീസ് എല്ലാം കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ അൺലേൺ ആൻഡ് റീലേൺ എന്നാണ് നമ്മൾ ഓരോ ജന്മത്തിലും നമ്മുടെ സോള് നമ്മളോട് ചെയ്യുന്ന ഒരു പോളിസി അല്ലേ. എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് സബ് കോൺഷ്യസിൽ. പക്ഷെ അതെല്ലാം മറന്നിട്ട് നമ്മൾ ഈ ജന്മം എടുക്കുന്നത്. പക്ഷെ എവിടേക്കോ ഒരു, പക്ഷെ അവിടെ ഉണ്ട് എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് വരും നമുക്ക്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ.